എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു സ്വീറ്റ് ഐറ്റമാണ്, നല്ല ക്യാരറ്റ് ഹൽവ. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി എടുത്തിരിക്കുന്ന ഐറ്റംസ് കാണാം. ഇവിടെ പാലുണ്ട്, പഞ്ചസാരയുണ്ട്, നെയ്യ്, ഡ്രൈ ഫ്രൂട്ട്സ്, ഏലക്ക, ക്യാരറ്റ്. ഇത്രയും മാത്രം മതി നമുക്കൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ എളുപ്പത്തിൽ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിധത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് ക്യാരറ്റ് ഹൽവ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ഞാൻ കഴുകിക്കൊണ്ടുവന്നാണ്. അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്തിട്ട് നമുക്കത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ആദ്യം അതിൻ്റെ സ്കിന്നൊന്ന് പീൽ ചെയ്തെടുക്കാം. ദേ ഇങ്ങനെ. എന്നിട്ട് ഇതിൻ്റെ ഈ അടിവശവും ഈ മേൽഭാഗവും ഇങ്ങനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇവിടെ മാറ്റി വയ്ക്കാം. ഇതേപോലെ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇവിടെ കറണ്ട് പോയിരുന്നു, അതുകൊണ്ടാണ് ഇത് ഗ്രേറ്റ് ചെയ്യുന്ന വീഡിയോ കാണിക്കാൻ പറ്റാതിരുന്നത്. പകുതിയോളം ആയിപ്പോൾ, ഇനിയിപ്പോൾ കുറച്ചേ ബാക്കിയുള്ളൂ. ഇങ്ങനെ തന്നെയാണ് എല്ലാ ക്യാരറ്റും ചെയ്തെടുക്കേണ്ടത് എല്ലാവരും. അപ്പോൾ നമുക്ക് ഈ ഹൽവയുടെ ചരിത്രം ഒന്ന് നോക്കാം എന്താണെന്നുള്ളത്. ഹൽവയുടെ ചരിത്രം തുടങ്ങുന്നത് അറേബ്യയിൽ നിന്നാണ്. പഴയ പുരാതന അറേബ്യയിൽ ഒരു 13-ാം നൂറ്റാണ്ടിലെ പാചകക്കുറിപ്പുകളിലൊക്കെ ഈ ഹൽവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെയാണ്, നമ്മൾ കേരളീയരാണ് ഹൽവ കണ്ടുപിടിച്ചെന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സംസാരവും നമ്മളുടെ കേരളീയരുടെ വിചാരവും ഒക്കെ. പക്ഷേ ഇതൊക്കെ വെളിയിൽ നിന്ന് വന്നു ചേർന്ന ഭക്ഷണങ്ങളാണ് നമ്മളുടെ ഇടയിലേക്ക്. അപ്പോൾ 13-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ പാചകക്കുറിപ്പുകളിലൊക്കെ ഹൽവയെക്കുറിച്ച് നല്ലപോലെ പറയുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിലേക്ക് അതൊരു 13 മുതൽ 16-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിലേക്ക് എത്തപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പറയുന്നത് ക്യാരറ്റ് ഹൽവയെക്കുറിച്ചാണ്. ക്യാരറ്റ് ഹൽവ ഇന്ത്യയിൽ എത്തുന്നത് 17-ാം നൂറ്റാണ്ടിൽ. എന്ന് വെച്ചാൽ 17-ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ഇന്ത്യയിലേക്ക് ക്യാരറ്റ് കൊണ്ടുവരുന്നത്. അങ്ങനെ അത് ക്യാരറ്റ് ഇന്ത്യയിലെത്തി. അത് പഞ്ചാബിലാണ് ഏറ്റവും അധികം പ്രശസ്തമാകുന്നത്. മുഗൾ ഭരണകാലത്താണ് ഹൽവ ഇന്ത്യയിൽ പ്രചാരത്തിലാവുന്നത്. പക്ഷേ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് ക്യാരറ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് 17-ാം നൂറ്റാണ്ടിൽ. അങ്ങനെ പഞ്ചാബിലെ ഒരു വിന്റർ ഡെലിക്കസിയൊക്കെയാണിത്. ആ വിന്റർ കാലഘട്ടങ്ങളിൽ ഒരുപാട് കഴിക്കുന്ന ഒരു ഭക്ഷണമാണ്. രാജസദസ്സുകളിലെ തീന്മേശകളിലൊക്കെ ഒരുപാട് അവർക്ക് പ്രിയപ്പെട്ട വിഭവമായിരുന്നു ഈ ക്യാരറ്റ് ഹൽവ എന്ന് പറയുന്നത്. ഇതാണ് ക്യാരറ്റ് ഹൽവയുടെ ഒരു ചരിത്രം. നമുക്കിത് വേഗത്തിൽ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുവാൻ തുടങ്ങാം. ക്യാരറ്റൊക്കെ എല്ലാമായി ഗ്രേറ്റ് ചെയ്തായിട്ടുണ്ട്. ഇത് അവസാനത്തെ ക്യാരറ്റാണിത്. ഇതും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്ത് നമുക്ക് പിന്നീട് ഇത് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുവാൻ തുടങ്ങാം. ക്യാരറ്റ് കഴിച്ചാൽ എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ക്യാരറ്റിലെ ഒരുപാട് ധാതുക്കൾ, നാരുകൾ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവ ഇഷ്ടം പോലെ അടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണ പദാർത്ഥമാണ് ക്യാരറ്റ്. ഇത് നമ്മളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നു, ചർമ്മത്തിൻ്റെ സൗന്ദര്യത്തിനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറുവാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് ക്യാരറ്റ്. കരളിൻ്റെ ആരോഗ്യത്തിനും നല്ലൊരു ഭക്ഷണമാണ് ക്യാരറ്റ്. ക്യാരറ്റ് ഞാൻ പറഞ്ഞായിരുന്നു കാഴ്ചശക്തിക്ക് നല്ലതാണെന്ന്. ക്യാരറ്റിൽ ബീറ്റ കരോട്ടിൻ എന്ന ഒരു പദാർത്ഥം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മൾ കഴിച്ചതിന് ശേഷം ഇത് വിറ്റാമിൻ എ ആയിട്ട് മാറി കാഴ്ചശക്തി വർദ്ധിപ്പിക്കുവാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഈ ബീറ്റ കരോട്ടിൻ എന്നത്. അതേപോലെ തന്നെ തിമിരം, മാക്യുലാർ ഡിജനറേഷൻ പോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാനും ക്യാരറ്റ് കഴിക്കുന്നതുകൊണ്ട് സാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ക്യാരറ്റിൻ്റെ ഗുണങ്ങൾ. അപ്പോൾ നമുക്ക് ഇത് വേഗം ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. ഞാൻ ആദ്യം ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കത്തിച്ചു കൊടുക്കുകയാണ്, തീ കത്തിച്ചു കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ പാലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാലിൻ്റെ അളവെന്ന് പറയുന്നത് ക്യാരറ്റ് എത്രയുണ്ടോ അത്രയും തന്നെ. ക്യാരറ്റ് ഇതിലിട്ടതിന് ശേഷം അതിൻ്റെ മേലെ മുങ്ങുന്ന അളവിൽ നമ്മൾ പാലൊഴിക്കുന്നുണ്ട്. അതാണ് പാലിൻ്റെ അളവ്. ഇവിടെ ഏലക്കായും പഞ്ചസാരയും കൂടി ഇട്ട് പൊടിച്ചു കൊണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, ഇതിങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇല്ലെങ്കിൽ ഏലക്ക പൊടിക്കാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഏലക്ക കുറച്ചല്ലേ ഉള്ളൂ, ഒരു 4-5 ഏലക്കയേ ഉള്ളൂ. അതൊന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയാണ് ഈ പഞ്ചസാര ചേർത്ത് ഞാൻ പൊടിക്കുന്നത്. ഇവിടെ ചീനച്ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ നെയ്യ് നല്ലപോലെ ചൂടായിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇതിലേക്ക്
ഈ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക്. അഞ്ച് മിനിറ്റ് ഈ ക്യാരറ്റ് ഈ നെയ്യിൽ കിടന്നൊന്ന് വേകണം. അതിനുശേഷം നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്കിത് ഇത്രയും അളവൊന്നും കണ്ടാലും പേടിക്കേണ്ടത്, ഇപ്പം തന്നെ കുറയൂതല്ല. വെന്ത് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് കുറഞ്ഞു പോകും. നമുക്ക് ഇതിൽ നിന്ന് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും കിട്ടില്ല നമുക്ക് ഹൽവ. പലരും പല വിധത്തിലാണ് കേട്ടോ ക്യാരറ്റ് ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത്. ഇതിങ്ങനെ ഞാൻ ഈ നെയ്യിലിട്ട് വേവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നെയ്യിൽ കിടന്ന് ക്യാരറ്റൊക്കെ ഇങ്ങനെ വെന്ത് വരുമ്പോഴത്തേക്കും അതിനുശേഷം നമ്മൾ പതിയെ പാലൊഴിച്ചു കൊടുക്കും. പിന്നീട് ആ പാലിൽ കിടന്നാണ് വേവേണ്ടത്. ഉണ്ടോ, ഇതിപ്പോൾ ഒരു പാതിയോളമായിട്ടുണ്ട് വെന്ത്. ഞാൻ 1 കിലോ ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. 1 ലിറ്റർ പാലും മേടിച്ചിട്ടുണ്ട്. 1 കിലോ ക്യാരറ്റിന് 1 ലിറ്റർ പാലാണ് ഞാൻ മേടിച്ചിരിക്കുന്നത്. ഒരു 1/2 കിലോ പഞ്ചസാരയോളം വേണ്ടി വരും അതിന് വേണ്ടി. ഇവിടെ നമ്മുടെ ക്യാരറ്റ് അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ പാലും തിളച്ച് വന്നിട്ടുണ്ട്. ഞാനപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. തിളപ്പിച്ച പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ആവശ്യത്തിനുള്ള പാല്. ക്യാരറ്റ് പരത്തി കൊടുത്താൽ മുങ്ങിക്കിടക്കണം അതിൽ. അത്രയും പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കണ്ടോ, ഇനി അത് അവിടെ ഇരുന്ന പാലിൽ കിടന്ന് നല്ലപോലെ വെന്ത് കുറുകി കിട്ടണം നമുക്ക്. അതിനുശേഷം നമുക്ക് പഞ്ചസാരയും ഏലക്കയും ചേർക്കാം. നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നമുക്കിപ്പോൾ ആ പാലിനി ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വറ്റണം. പക്ഷേ നമുക്ക് ഈ സമയത്ത് ഇതിലേക്ക് നമുക്ക് ഇപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 കിലോ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നോക്കിയിട്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം വീണ്ടും. ഈ പഞ്ചസാര ഇട്ടിങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് ഇത് പെട്ടെന്ന് തന്നെ കട്ടിയാവും കേട്ടോ. നല്ലപോലെ വെന്ത് വരും. പിന്നീട് കുറുകി വരുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടത് മെയിൻ കാര്യം ഇതിനൊന്നും ഒരിക്കലും തീ കൂട്ടി വെച്ച് ചെയ്യരുതെന്നുള്ളതാണ്. ഗ്യാസിൽ ചെയ്യുന്നവർ പരമാവധി അത് സിമ്മിലിട്ട് ചെയ്യുക. തീ കുറച്ച് വെച്ച് തന്നെ ചെയ്യാൻ ശ്രമിക്കണം എപ്പോഴും. ഇല്ലെങ്കിൽ ഇതെല്ലാം അടുക്കി പിടിച്ച് കരിഞ്ഞു പോകുന്നതായിരിക്കും. പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ചു വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 6 ഏലക്ക എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അത് മൊത്തത്തിൽ ഞാൻ പഞ്ചസാരയുടെ കൂട്ടത്തിൽ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഞാൻ. ഈ സമയത്ത് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എനിക്കിപ്പോൾ ഇത്രയും മധുരം മതി. ഇത് കൂടുതലാണ് എനിക്കിപ്പോൾ ഈ മധുരം തന്നെ. ആവശ്യത്തിന് മധുരമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം ഇവിടെ ഇരുന്ന് വെന്തിട്ടുണ്ട് ഇത് നല്ലപോലെ. ഇനിയും ഒരു 10-15 മിനിറ്റ് കൂടെ എടുക്കും നല്ലപോലെ ഒന്ന് പറ്റി ഇതൊന്ന് കുറുകി കിട്ടണം നമുക്ക്. വറ്റി കുറുകിയതിന് ശേഷം മാത്രമേ നമുക്കിത് അണ്ടിപ്പരിപ്പും മുന്തിരിയും എല്ലാം ചേർത്ത് ഇറക്കുവാൻ കഴിയുള്ളൂ. ഇങ്ങനെയുള്ള ഹൽവ ഐറ്റംസ് എല്ലാം ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ ചെറുതീയിൽ വേവിച്ചെടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. ഏത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഇനിയും കൂടും നല്ലതുപോലെ. അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഉണക്ക മുന്തിരി, ബാദാം ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ നെയ്യും ഞാൻ അതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യുണ്ടായിരുന്നു. അത് മൊത്തത്തിൽ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ആ ഈർപ്പമെല്ലാം പോകുന്ന വരെ നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം നല്ലപോലെ. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നെയ്യിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് അതിന് പകരമായിട്ട്, നെയ്യിന് പകരമായിട്ട്. പക്ഷേ ആ നെയ്യിലുണ്ടാക്കുന്ന ഒരു രുചി ആ സൺഫ്ലവർ ഓയിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്കും അത്രയും കിട്ടില്ല, ആ ഒരു രുചി കിട്ടില്ല. ക്യാരറ്റ് ഹൽവ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിവിടെ നമ്മുടെ തീ അങ്ങ് ഓഫ് ചെയ്തേക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. കണ്ടോ, അതിലുള്ള ഈർപ്പമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇതേ ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിരിക്കുന്നുണ്ട്. കണ്ടോ, ഞാനപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് ടേസ്റ്റ് നോക്കാൻ പോകാൻ കേട്ടോ. എനിക്കിവിടെ കാണുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു, എനിക്കിവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കാൻ പോവുകയാണ്. അത്യാവശ്യം ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ നല്ല ചൂടാണ്, എന്നാലും ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. എനിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമുള്ളൊരു ഹൽവയാണ് ക്യാരറ്റ് ഹൽവ.
അപ്പോൾ എല്ലാവരും ക്യാരറ്റ് ഹൽവ വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക പരമാവധി. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും ഗുഡ് ബൈ.